ഹായ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിവിടെ ഞാൻ വന്നേക്കുന്നത് നിങ്ങൾക്ക് ഒരു സൊല്യൂഷനും കൊണ്ട് വെളുക്കാനുള്ളൊരു റെമഡിയും കൊണ്ടാണ് വന്നേക്കുന്നത്. അതായത് നിങ്ങൾക്ക് നിറക്കുറവൊന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് മുഖത്ത് മുഖക്കുരുന്ന് തോന്നുന്നുണ്ടോ? ഇനി നിങ്ങൾക്ക് മുഖത്ത് കാരാന്ന് തോന്നുന്നുണ്ടോ? ഇതെല്ലാത്തിനും ഒറ്റൊരു സൊല്യൂഷൻ, ഇതാ ഈ ലിക്വിഡ്. അതായത് നമ്മുടെ ക്യാരറ്റ് ഓയിൽ, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 1/4 കിലോ വെളിച്ചെണ്ണ, 1/4 കിലോ ക്യാരറ്റുമാണ് എടുത്തേക്കുന്നത്. ഈ 2 സാധനം വെച്ചാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ തീരും, ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ഓയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് ദേഹത്ത് തേച്ച് കുളിക്കണത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ 2 നേരം ഇത് തേച്ചിട്ട് നമുക്ക് സാധാ നമ്മൾ മേലെ കഴുകില്ല, അതേപോലെ ഒരു അരമണിക്കൂർ നിന്നിട്ട് അതങ്ങോട്ട് കഴുകിക്കളയാം. നന്നായിട്ട് ബ്രൈറ്റനിങ് ആവും. 100% ഉറപ്പുള്ള കാര്യമാണ്. അല്ലാണ്ട് ഇത് സാധാരണ ആളുകൾ പറയുന്ന പോലെയല്ല. നമ്മൾ എന്തോരം പൈസ കൊടുത്തിട്ട് സാധാരണ ഇങ്ങനത്തെയൊക്കെ ലിക്വിഡ് മേടിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാനായിട്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാം നിങ്ങളുടെയൊക്കെ റിലേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കാണണേ. ഓക്കെ, എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മളെപ്പോഴും ചട്ടി എടുക്കുമ്പോൾ, ഇതിനു വേണ്ടി ചട്ടി എടുക്കുമ്പോൾ ചൂട് കട്ടിയുള്ള ചട്ടി എടുക്കണം. ഒന്നില്ലെങ്കിൽ മറ്റേ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടല്ലോ അതല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ കട്ടിയുള്ള ചട്ടി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണുള്ളത്. ക്യാരറ്റ് ഓയിലിന് 1/4 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 1/4 കിലോ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോഴാണ് അത് മൊരിഞ്ഞ് നല്ലോണം അതിൽ നിന്ന് വെട്ട് കിട്ടുള്ളേ. ഇത് മൊരിഞ്ഞ് ഇങ്ങനെ ഇതായി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. കണ്ട ഈ ഓയിലിൻ്റെ കളർ, ഇത് ലിക്വിഡിൻ്റെ കളറ് കണ്ട, നല്ല ഗോൾഡൻ കളറ്. നമ്മൾ ആ ഒഴിച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് അതേപോലെ തന്നെ കണ്ട ഇതിൽ നിന്ന് ക്യാരറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് വന്നിട്ട് നല്ലൊരു ക്രിസ്പി പരുവമാണ് ഇതിൻ്റെ കറക്റ്റുള്ള അതിൽ അതിൻ്റെ ആ ക്രിസ്പി പരുവത്തിൽ നിന്ന് കറുത്ത കളറായിക്കഴിഞ്ഞാൽ അതിൻ്റെ പാകമൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ കൈ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, കൈ നിർത്താണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്സ് ഇതിൻ്റെ കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കണം. ക്യാരറ്റ് മൊരിയേം വേണം. ഇത് കണ്ട കളർ മാറി, ഞാൻ പറഞ്ഞില്ലേ കളർ മാറി വരുമെന്ന്. ഇതിൻ്റെ ഈ പാകത്തിൽ നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് കേട്ടോ. ഇനി ഇത് നമുക്ക് അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഇത് കറുത്ത് പൊയ്ക്കാൻ ഒരു വകയ്ക്ക് ഈ സാധനം കൊള്ളൂല. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഈ ഒരു പരുവം മാത്രം ആകാവുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് ചേർക്കാമെന്നൊന്നും വിചാരിക്കരുത്. ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ വെച്ചിട്ട് കുഞ്ഞ് ഗ്രേറ്റ് ചെയ്യണം. അത് വെച്ചിട്ട് തന്നെ നമ്മൾ ഉരച്ച് ചേർത്താലാണ് ശരിയാവുള്ളൂ. അരച്ച് കഴിഞ്ഞാൽ വെള്ളം ചേർത്തൊക്കെ അരക്കുമ്പോൾ അതൊന്നും പറ്റൂല. ക്യാരറ്റ് നല്ല ഇതായിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താലേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ട് റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളൂ. നമ്മൾ പച്ചക്കറിയൊക്കെ ഉരയ്ക്കുന്ന സാധനത്തിലിട്ട് ഉരച്ചെടുക്കാവുള്ളൂ. ഒരിക്കലും അരക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ.